ഇന്ത്യയിൽ നിന്നാണ് ബുദ്ധിസവും ചൈനീസവും അല്ലെങ്കിൽ ഹിന്ദുയിസവും സിഖിസവും ഒക്കെ രൂപം കൊണ്ടത്. ധാർമ്മിക് റിലീജിയൻസ് എന്നാണല്ലോ ഇത് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അത് പിന്നെ ലോകം മുഴുവൻ വ്യാപിക്കാത്തത് എന്ന് പലർക്കും സംശയമുണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു മതമാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. ആകെ ഉള്ളത് ബുദ്ധിസം മാത്രം ലോകമൊട്ടാകെ പ്രചരിച്ചിട്ടുണ്ട്, വിശേഷിച്ച് ഏഷ്യയിൽ എന്ന രീതിയിലാണ് പൊതുവെ എല്ലാവരും ഈ കാര്യത്തെ വിലയിരുത്തുന്നത്. പക്ഷെ അതെങ്ങനെ ശരിയാകും? ഏതാണ്ട് BC 1500-നും ഏതാണ്ട് 3500-നും ഇടയിലാണ് വേദിക് കാലഘട്ടം എന്ന് പറയുന്നത്. ഈ വേദിക് കാലഘട്ടത്തിലാണ് ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്നതും ഒരുപാട് എവിഡൻസുകൾ ഉള്ളത് എന്നുമാണ് ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വേദിക് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡ് ആയിരുന്നു. അതിനുശേഷം ഹിന്ദുയിസം വളരെ പവർഫുൾ ആയിട്ട് ലോകത്ത് പ്രചരിച്ചിരുന്നു. ലോകത്തെന്ന് പറയുമ്പോൾ എൻറ്റയർ ഏഷ്യയിലും ഏഷ്യയ്ക്ക് പുറത്തേക്കും ഹിന്ദുയിസം പ്രചരിച്ചിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിയറ്റ്നാമില് ഹിന്ദുമത വിശ്വാസം ഏതാണ്ട് 2000 വർഷം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചിലർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ സത്യമാണ്. വിയറ്റ്നാമില് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദുമത വിശ്വാസം നിലനിന്നിരുന്നു. വിയറ്റ്നാമില് ചാംപ കിങ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു രാജവംശം ഉണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് വരെ അവര് വളരെ ശക്തമായിട്ട് തന്നെ വിയറ്റ്നാമിലുണ്ടായിരുന്നു. 14-ാം നൂറ്റാണ്ട് വരെയൊക്കെ വളരെ ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു രാജവംശമാണ് ഈ ചാംപ കിങ്ഡം എന്ന് പറയുന്നത്. ഇതൊരു ഹിന്ദു രാജവംശമായിരുന്നു. ഏതാണ്ട് 1-ാം നൂറ്റാണ്ട് മുതൽ 1832 CE വരെ ഇവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ക്യാപിറ്റൽ സിറ്റീസിന്റെ പേര് തന്നെ ഇന്ദ്രപുര, വിജയ ഇങ്ങനെയൊക്കെയുള്ള പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ഡോമിനന്റ് ആയിരുന്ന ഒരു ഹിന്ദുമത രാജവംശമാണ്. ഏതാണ്ട് 2000 വർഷത്തിന് മുമ്പാണ് ഇവരവിടെ ആ ഒരു രാജവംശം സ്ഥാപിക്കുന്നതും പിന്നീട് ദീർഘകാലം വിയറ്റ്നാമിലെ ഈ പ്രധാനമായിട്ട് സൗത്തേൺ പാർട്സും ഇന്നത്തെ വിയറ്റ്നാമിന്റെ സെൻട്രൽ പാർട്സും എല്ലാം തന്നെ ഇവരുടെ കൺട്രോളിലായിരുന്നു. ആലോചിക്കണം, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്ന് എത്ര ദൂരെയാണ് വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു രാജ്യം സ്ഥിതി ചെയ്യുന്നതെന്ന്. അവിടെ 2000 വർഷം മുമ്പ് ഈ ഹിന്ദുമതം പ്രചരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അൺബിലീവബിൾ ആയിട്ടൊക്കെ തോന്നാം നമുക്ക്. പക്ഷേ നമുക്കറിയാത്ത ഒരുപാട് ചരിത്രമുണ്ട് ഈ ലോകത്ത്. വിയറ്റ്നാമില് ഈ ഒരു രാജവംശം ഉണ്ടായിരുന്ന കാലത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരാതന കാലത്ത്, അതായത് വേദിക് കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് 1800 BCE 1800-നും ഏതാണ്ട് 3500-നും ഇടയിലാണ്. ഒരു 5500 വർഷം മുമ്പ്. അതായത് സാധാരണ നിലയിൽ അത്രയും മുമ്പ് ഒരു മതം രൂപം കൊണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൾച്ചർ രൂപം കൊണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എൻറ്റയർ റീജിയണിൽ വ്യാപിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ഒരു കാലഘട്ടത്തിൽ വിയറ്റ്നാമിൽ വരെ ഇപ്പൊ നമുക്ക് 1832 വരെ നിലനിന്നിരുന്ന ചാംപ കിങ്ഡത്തെ കുറിച്ച് അറിയാം. അത് 2000 വർഷത്തോളമായിട്ട് നിലനിന്നിരുന്ന ഒരു രാജവംശമാണെന്നറിയാം. അതിന്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇന്ത്യയുടെ മാപ്പ് എടുത്താൽ ഇന്ത്യയുടെ ഒരു ഭാഗത്തേക്ക് മാത്രം അതങ്ങ് വിയറ്റ്നാം വരെയൊക്കെ ഹിന്ദുമതം 1500-2000 വർഷം മുമ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇടത് ഭാഗത്തേക്ക് അങ്ങനെയാണെങ്കിൽ ഉണ്ടാകാത്തത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും മിഡിൽ ഈസ്റ്റിലേക്ക്, അതുപോലെ തന്നെ ആഫ്രിക്കയിലേക്ക്, യൂറോപ്പിലേക്ക്, സെൻട്രൽ ഏഷ്യയിലേക്കൊക്കെ തന്നെ ഇവിടെ നിന്ന് അത് പ്രചരിക്കേണ്ടതാണ്. എന്നാൽ ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തിലേക്കും ഈ ഒരു ഹിന്ദുമതം പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ശൈവിസമാണ് പ്രചരിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശൈവിസം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ തമിഴ്നാട്, കേരളം അടിസ്ഥാനമായിട്ടാണ് ഏറ്റവും കൂടുതൽ അത് നിലനിന്നിരുന്നത് എന്നും നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. കാരണം ഇന്ത്യയിൽ ഇന്നും ഏറ്റവും കൂടുതൽ ശിവക്ഷേത്രങ്ങൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. മാത്രമല്ല, ഇപ്പോൾ വിയറ്റ്നാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ വിയറ്റ്നാമിൽ അവിടുത്തെ ആ ഒരു ആർക്കിടെക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു വാസ്തു ശൈലി നോക്കിക്കഴിഞ്ഞാൽ അതിന് നമ്മുടെ സൗത്ത് ഇന്ത്യൻ കൾച്ചറുമായിട്ട് ഇവിടത്തെ വാസ്തുവുമായിട്ട് വളരെ സിമിലാരിറ്റീസ് ഉണ്ട്. എന്നാൽ ഇന്നത്തെ നമ്മൾ കാണുന്ന പല കല്ലുകൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള പല ക്ഷേത്രങ്ങളും ശരിക്കും അതൊരു 2000-2500 വർഷം പഴക്കം മാത്രമുള്ളവയാണ്. അതിനു മുമ്പ് പ്രധാനമായിട്ടും ക്ഷേത്രങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് ഇങ്ങനെ ലോങ് ടേമിലേക്ക് സർവൈവ് ചെയ്യുന്ന രീതിയിൽ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടായിരുന്നില്ല. പ്രധാനമായിട്ട് തടിയും മറ്റ് വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പുരാതന കാലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ പല ക്ഷേത്രങ്ങളും കാലാന്തരത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഓരോ രാജഭരണങ്ങൾ വരുന്ന സമയത്ത് അത് നവീകരിച്ചിട്ടുണ്ട്. പഴയതിനെ മാറ്റിയിട്ട് പുതിയ ശൈലിയിൽ ഓരോ രാജഭരണ കാലഘട്ടത്തിലും ഏറ്റവും മികച്ച ശൈലിയിൽ കൂടുതൽ കാലം നിലനിൽക്കുന്ന രീതിയിൽ പുനർനിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആർക്കിയോളജിക്കൽ ഒരു ടെസ്റ്റ് നടത്തുന്ന സമയത്ത്, ഒരു പരിശോധന അല്ലെങ്കിൽ കാർബൺ ഡേറ്റിംഗ് നടത്തുന്ന സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത് 2000 വർഷമോ 2500 വർഷത്തെ പഴക്കമായിരിക്കാം. പക്ഷെ വേദിക് കാലഘട്ടത്തിന്റെ പഴക്കമെടുത്താൽ ക്ഷേത്രങ്ങൾക്കും ഏതാണ്ട് 5000 വർഷത്തിലേറെ പഴക്കം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ആ പഴക്കം
പഴക്കം നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതിന്റെ കാരണം ഇത് തുടർച്ചയായിട്ട് പുനർനിർമ്മിക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്തെ ക്ഷേത്രങ്ങൾ ഇന്നത്തേതുപോലെ വലിയ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നവയോ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയോ അല്ല. അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ആദ്യകാല ക്ഷേത്രങ്ങൾ കണ്ടെത്താൻ പ്രയാസമുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ചാമ്പ കിങ്ഡം ഉണ്ടല്ലോ, വിയറ്റ്നാമില്, അവിടെ ഏതാണ്ട് 2000 വർഷത്തോളം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ പലർക്കും അറിയണമെന്നില്ല. മൈ സൺ ടെമ്പിൾ കോംപ്ലക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. ഭദ്രേശ്വര എന്നാണ് ആ ശിവന് അവർ നൽകുന്ന പേര്. ഈ ഒരു ക്ഷേത്രത്തില് സംസ്കൃത് ഭാഷയുടെ ഒരുപാട് എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശിവന്റെ പ്രതിഷ്ഠയുണ്ട്, നന്ദിയുണ്ട്, വിഷ്ണുവുണ്ട്, ലക്ഷ്മി ദേവിയുണ്ട്. ഈ പ്രതിഷ്ഠകളൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ ക്ഷേത്രങ്ങളുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇതേ കാലത്ത് തന്നെ വിയറ്റ്നാമിന്റെ നോർത്തേൺ പാർട്സിൽ ബുദ്ധിസവും നിലനിന്നിരുന്നു. എന്ന് വെച്ചാൽ എങ്ങനെ ഇന്ത്യയിൽ ബുദ്ധിസവും ജൈനിസവും ഹിന്ദുയിസവും ഒക്കെ കോ എക്സിസ്റ്റ് ചെയ്തു, അതേ രീതിയിൽ തന്നെ എൻറ്റയർ ഏഷ്യയിൽ ഇത് നിലനിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ചില കാലങ്ങളിൽ ഇപ്പോൾ ഹിന്ദുയിസം പെട്ടെന്ന് പൂർണ്ണമായും ബുദ്ധിസത്തിലേക്ക് മാറാനോ ബുദ്ധിസത്തിന് ഹിന്ദുയിസത്തിലേക്ക് മാറാനോ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ധാർമ്മിക് റിലീജിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കോർ എസൻസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ബാരിയറുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അശോകന്റെ കാലത്ത് ബുദ്ധിസത്തിന് പ്രാധാന്യം വരുന്നത് അവിടെയാണ്. എന്നാൽ അതിനു മുൻപും അതിനുശേഷവും പല രാജാക്കന്മാരും ഹിന്ദുയിസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ചിലര് വൈഷ്ണവ ഭക്തരായിരുന്നു, ചിലര് ശൈവ ഭക്തരായിരുന്നു. അപ്പോ ശിവക്ഷേത്രങ്ങൾ പുരാതന കാലത്ത് പ്രത്യേകിച്ച് ഏറെ പുറകിലേക്ക് നമ്മൾ പോകുമ്പോൾ ശിവൻ എന്ന് പറയുന്ന ദൈവം വളരെ വ്യാപകമായിട്ട് ലോകമൊട്ടാകെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശിവലിംഗത്തിന്റെ രൂപത്തിലും അല്ലാതെയും ആരാധിച്ചിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് പരിശോധിക്കുമ്പോൾ പശുപതി സീലാണെങ്കിലും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ശില്പങ്ങളാണെങ്കിലും കൊത്തുപണികളാണെങ്കിലും അതെല്ലാം തന്നെ ശിവന്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. മറ്റ് ഹിന്ദു ദൈവങ്ങളെക്കാൾ കൂടുതൽ ശിവ സാന്നിധ്യത്തിനാണ് വളരെ പ്രാധാന്യമുള്ളത്. ഇപ്പോൾ വിയറ്റ്നാമിന്റെ കാര്യമെടുത്താൽ വിയറ്റ്നാമിൽ ഞാനിപ്പോൾ പറഞ്ഞ മൈ സൺ ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 2000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠയാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ ചാമ്പ കിങ്ഡം ഉണ്ടല്ലോ, അവർ പ്രധാനമായിട്ടും ശിവനെ ആരാധിച്ചിരുന്ന ഈ രാജവംശമായിരുന്നു. 15ാം നൂറ്റാണ്ട് വരെ വിയറ്റ്നാമിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസമായിരുന്നു. പിന്നീടാണ് അത് പതിയെ പതിയെ താഴേക്ക് പോകാനായിട്ട് തുടങ്ങിയത്. ബുദ്ധിസം പിന്നെയും കുറെ കാലം കൂടെ നിന്നു. പക്ഷെ ഇന്നിപ്പോ വിയറ്റ്നാം നമുക്കറിയാം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. 80% പേര് മതമില്ലാത്തവരാണ്, മതവിശ്വാസമല്ലാത്തവരാണ്. ഒരു 6% പേര് കത്തോലിക്കരായിട്ടുള്ള ആൾക്കാരുണ്ട്, 4-5% പേര് ബുദ്ധിസ്റ്റ് ആൾക്കാരുണ്ട്. 1% താഴെ മാത്രമാണ് ഇന്ന് വിയറ്റ്നാമില് ഹിന്ദുയിസം ഉള്ളത്. അപ്പോൾ വിയറ്റ്നാമിൽ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് ലോകത്ത് എല്ലായിടത്തും. അത് മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും സെൻട്രൽ ഏഷ്യയിലാണെങ്കിലും യൂറോപ്പിലേക്കാണെങ്കിലും ഒരു കാലത്ത് ഡോമിനന്റ് ആയിട്ട് നിന്നിരുന്ന ഹിന്ദുയിസം അവിടെയൊക്കെ ഇല്ലാതായത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് രൂപം കൊള്ളുന്ന സമയത്ത് 27% ആണ് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത്. ഇന്നത് 8-9% ഉള്ളൂ. പാകിസ്ഥാൻ അങ്ങനെയാണ്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പോപ്പുലേഷനിൽ മാറ്റമുണ്ടാവും, വിശ്വാസങ്ങളിൽ മാറ്റമുണ്ടാവും, കൾച്ചറിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു രാജ്യത്തെ മുഴുവൻ ആളുകളും അവരുടെ മതം മറ്റൊന്നായിട്ട് മാറുന്ന സമയത്ത് കൾച്ചറിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ കഴിയും. അപ്പോൾ ചിലപ്പോൾ ക്ഷേത്രങ്ങൾ മറ്റ് ആരാധനാലയങ്ങളായിട്ട് മാറാം, അല്ലെങ്കിൽ പുനർനിർമ്മിക്കപ്പെടാം. ഇത് ലോകത്ത് എല്ലായിടത്തും നടക്കുന്നതാണ്. ഇപ്പോൾ ഹിന്ദുയിസം മാറി ബുദ്ധിസത്തിലേക്ക് പോകുമ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങൾ ബുദ്ധ വിഗ്രഹങ്ങളും കൊത്തുപണികളും ചെയ്ത ബുദ്ധക്ഷേത്രങ്ങളായിട്ട് മാറും, അല്ലെങ്കിൽ ബുദ്ധക്ഷേത്രങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് മാറും. ഇത് എല്ലാ രീതിയിലും ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. വിയറ്റ്നാമില് ഈ ശിവനെ കാലനായിട്ട് കൂടിയാണ് ആരാധിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രതിഷ്ഠയും ഒരു ക്ഷേത്രമൊക്കെ ആയിരുന്നു ഒരു കാലത്തത്. ഈ ഒരു ക്ഷേത്രം ഇതിനേക്കാൾ വളരെ മനോഹരമായിട്ടാണ് നിലനിന്നിരുന്നത്. പക്ഷെ ഇത് തകർക്കപ്പെടുന്നത് വിയറ്റ്നാം യുദ്ധത്തില് 1969 ബോംബിങ്ങിലാണ്. അന്നാണ് ഇത് തകർക്കപ്പെടുന്നത്. പക്ഷെ ഇപ്പോഴും 20ഓളം സ്ട്രക്ചറുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. യുനെസ്കോ ഇന്ന് അതുകൊണ്ട് ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കംബോഡിയ, അവിടെ അങ്കോർ വാട്ട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പ്രധാനമായിട്ട് മഹാവിഷ്ണുവിന്റെ ഒരു ക്ഷേത്രമായിരുന്നു അത്. പിൽക്കാലത്ത് അതൊരു ബുദ്ധിസ്റ്റ് ക്ഷേത്രമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ അവിടെ ബുദ്ധന്റെയും വിഷ്ണുവിന്റെയും ഒക്കെ പ്രതിഷ്ഠകളുണ്ട്. അവരത് പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഇന്തോനേഷ്യയിൽ ബാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്നും വളരെ ഡോമിനേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ശില്പങ്ങളും ഒക്കെ കാണാനായിട്ട് കഴിയും. തായ്ലൻഡില്, മലേഷ്യയില്, മ്യാൻമാറിൽ ഒക്കെ തന്നെ. അതായത് ഒരു കാലത്ത്
എൻ്റയർ ഏഷ്യയിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ബുദ്ധിസത്തിൻ്റെയും ഹിന്ദുയിസത്തിൻ്റെയും ഒക്കെ പല ആർക്കിയോളജിക്കൽ എവിഡൻസുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പിൽക്കാലത്ത് പല 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 മാറ്റങ്ങൾ കാലാനുസൃതമായിട്ടുണ്ടായതുപോലെ അവിടെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യ ഈ ഒരു നമ്മുടെ കൾച്ചർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് പോലെ ലോകത്തെ എല്ലായിടത്തും ഇത് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദുയിസവും ബുദ്ധിസവും ഉണ്ടായിരുന്നില്ലേ, ഇറാനിൽ ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ അതൊന്നും നമുക്കിന്ന് കണ്ടു കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ത്യയിൽ മാത്രമാണ് ഒരുപാട് അധിനിവേശങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇത് ഇങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ. എന്തുകൊണ്ടാണ് നമുക്കിന്ന് തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ കാണാൻ കഴിയുന്നത്? താരതമ്യേന നോർത്തിലുണ്ടായ അത്രയും അധിനിവേശം ഇവിടെ ഉണ്ടാകാത്തത് കൊണ്ടാണ്. വിശേഷിച്ച് തമിഴ്നാട്ടിൽ, ആന്ധ്രയിലെയും കർണാടകയിലെയും ഒക്കെ രാജവംശങ്ങളുടെ വലിയ ഒരു പ്രതിരോധത്തിന്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അവർക്ക് കഴിയാതെ പോയത്. പ്രത്യേകിച്ച് ഇപ്പോൾ മറാഠ സാമ്രാജ്യമൊക്കെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ സംരക്ഷണം കിട്ടാത്ത സ്ഥലങ്ങളിൽ അത് നശിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഹിന്ദുയിസം 2000 വർഷം മുമ്പ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു റിലീജിയൻ ആണെന്ന് പറയുമ്പോൾ ഇന്ന് പലർക്കും ചിലപ്പോൾ വിശ്വാസം പോലും വരണമെന്നില്ല. 1400 ശേഷം ഡായ് വിയറ്റ് അഥവാ വിയറ്റ്നാമീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് നിരന്തരമായിട്ട് ഈ ചാമ്പ കിങ്ഡം യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ആ യുദ്ധത്തിനൊടുവിൽ അവർ പരാജയപ്പെടുന്നുണ്ട്. ആ യുദ്ധത്തിലേറ്റ തിരിച്ചടികളും പരാജയങ്ങളുമാണ് ശരിക്കും ഈ ചാമ്പ കിങ്ഡം വിയറ്റ്നാമിൽ നിന്ന് ഏറെക്കുറെ അപ്രത്യക്ഷമാവുന്നതിന് കാരണമായത്. ഇന്ന് വളരെ കുറച്ചു പേര് മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. 1832 സിയിൽ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഈ ചാമ്പ ടെറിട്ടറി വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമായിട്ട് മാറുകയും ഹിന്ദുയിസം ഏറെക്കുറെ അപ്രത്യക്ഷമാകുന്ന വക്കോളം എത്തുകയും ചെയ്യുന്നു. നോക്കൂ, 1-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 1832 വരെ, അതായത് കൃത്യമായി പറഞ്ഞാൽ 1800 വർഷത്തോളം അവിടെ നിലനിന്നിരുന്ന ഒരു രാജവംശമാണ് ഈ ചാമ്പ കിങ്ഡം എന്ന് പറയുന്നത്. അവരുടെ കാലഘട്ടത്തിൽ ശിവാരാധനയും ഹൈന്ദവ വിശ്വാസങ്ങളും വളരെയധികം ഡോമിനേറ്റ് ചെയ്തിരുന്നു ഈ വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്ത്. നമ്മൾ ഈ പറയുന്ന 1-ാം നൂറ്റാണ്ട് മുതലുള്ള കഥയെന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങനെ ഒരു രാജവംശം അവിടെ ഉണ്ടാകണമെങ്കിൽ അതിനു മുമ്പ് തന്നെ ഹിന്ദുയിസത്തിന്റെ വേരുകൾ ആ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ടാകണം. വിയറ്റ്നാമിൽ മാത്രമല്ല, നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ശ്രീലങ്കയിലും സിംഗപ്പൂരും ഫിലിപ്പൈൻസിലും തായ്വാനിലും നോർത്ത് കൊറിയയിലും സൗത്ത് കൊറിയയിലും അതുപോലെ തന്നെ അങ്ങ് നമ്മുടെ ജപ്പാനിൽ വരെ ഇത് വ്യാപിച്ചു കിടന്നിരുന്നു. ചൈനയ്ക്ക് അപ്പുറത്തേക്ക് വരെ, സെൻട്രൽ ഏഷ്യയിലേക്ക്, അതുപോലെ ഇപ്പുറത്ത് മിഡിൽ ഈസ്റ്റിലേക്ക്, യൂറോപ്പിലേക്ക് വരെ ഇത് വ്യാപിച്ചു കിടന്നിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ ഒന്നും തെളിവുകൾ അഥവാ കിട്ടിയാൽ തന്നെ അതൊന്നും ആരും പുറത്തു പോലും കാണിക്കില്ല എന്ന് മാത്രം. കാരണം ഇന്നത്തെ ആ ഒരു വിശ്വാസ പ്രമാണങ്ങൾ തകർക്കാതിരിക്കാൻ പല അജണ്ടകളും പലർക്കുമുണ്ട്. വിയറ്റ്നാമിൽ ഈ ഒരു ക്ഷേത്രം മാത്രമല്ലേ ഉള്ളത്. വിയറ്റ്നാമിൽ 1500 മുതൽ 2000 വർഷത്തോളം പഴക്കമുള്ള വേറെയും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അത്തരത്തിലൊരു ക്ഷേത്രമാണ് പോ നാഗർ ക്ഷേത്രം എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ ആ ഒരു വാസ്തുവിദ്യയൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇത് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് അനുസരിച്ച് ഏതാണ്ട് 781 വരെ, വർഷം 781 വരെ രേഖപ്പെടുത്തിയ ഡേറ്റകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാണ്ട് 1500 വർഷം ഏറ്റവും കുറഞ്ഞത് ഈ ഒരു ക്ഷേത്രത്തിന് പഴക്കമുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ ഇനിയും ആർക്കിയോളജിക്കൽ ഖനനങ്ങളിലൂടെയും മറ്റുമൊക്കെയാണ് കണ്ടെത്തേണ്ടത്. പക്ഷെ നമുക്കറിയാം വിയറ്റ്നാമിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഡിഫറൻ്റ് ആണ്. അവിടെ കമ്മ്യൂണിസം വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മതപരമായ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അത്തരം ചരിത്രങ്ങളോ ചികഞ്ഞെടുക്കാൻ അവിടെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നത് തന്നെ വലിയ കാര്യം. ഇനി ഈ പോനാഗർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആരെന്നറിയാമോ? യാൻ പോനാഗർ. യാൻ പോനാഗർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വേറെ ഏതോ ദൈവമാണെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ദുർഗാദേവിയാണ്, അല്ലെങ്കിൽ ഭഗവതിയാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ദുർഗാദേവിക്ക് അവര് യാൻ പോനാഗർ എന്ന പേരിലും അവിടെ വിളിക്കുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ദേവിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ ഭാഷ, അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് വിളിക്കുന്ന പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ. അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ദുർഗാദേവിക്കും പാർവതി ദേവിക്കുമൊക്കെയാണ് ഇങ്ങനെ ഒരു പേര് അവർ നൽകിയിരിക്കുന്നത്. ഇപ്പോഴും ഈ ക്ഷേത്രം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളും വളരെ വിചിത്രമായ കാര്യങ്ങളുമൊക്കെ വിയറ്റ്നാമിലെ ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. തൽക്കാലം ബൈ.